പലരും കരുതുന്നത് തോറ രക്ഷ നേടുന്നതിനെ കുറിച്ചാണെന്ന്. എന്നാൽ അത് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ വഴിയിൽ ജീവിക്കുകയും എന്നതാണ്. തോറയുടെ വാസ്തവപരമായ അർത്ഥം പാഠം അല്ലെങ്കിൽ ശിക്ഷണം എന്നാണ്. അതിൽ പ്രബോധനം, മാർഗനിർദ്ദേശം, പഠിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുന്നു. എന്നാൽ രക്ഷ എന്നത് യഹോവയുടെ ദാനമാണ്, യേശുവിൻ്റെ വീണ്ടെടുപ്പിലൂടെ നൽകപ്പെട്ടതാണ്. തോറ ഒരു ഭാരമോ നിയമവ്യവസ്ഥതയോ അല്ല. തന്നെയും മറ്റുള്ളവരെയും എങ്ങനെ സ്നേഹിക്കണമെന്ന് യഹോവയുടെ ദിവ്യ നിർദ്ദേശമാണിത്. എബ്രായ വീക്ഷണത്തിലൂടെ അപ്പോസ്തലിക പ്രമാണങ്ങൾ ഇത് സ്ഥിരീകരിക്കുന്നു. തോറ നിയമങ്ങൾ മാത്രമല്ല, അതിൽ ആധ്യാത്മികതയും നൈതികതയും യഹൂദരുടെ ചരിത്രവും ഉൾപ്പെട്ടിരിക്കുന്നു. ഇത് ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള 5 പുസ്തകങ്ങളാണ്. യഹൂദരെ വഴി നടത്തിയ പൗരാണിക ഗ്രന്ഥങ്ങൾ. ഇസ്രായേലിൻ്റെ ആത്മാവ് രൂപപ്പെടുന്നതിൽ തോറയ്ക്ക് വലിയ പങ്കുള്ളതാണ്. അതിനാൽ തോറ യഹൂദർക്ക് ജീവിതശൈലി തന്നെയാണ്. പല പശ്ചാത്തലത്തിലുമുള്ള പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും തത്വചിന്തകരും തോറയെ അതിൻ്റെ സാഹിത്യ, ധാർമ്മിക, ആത്മീയ ഉൾക്കാഴ്ചയ്ക്കായി പഠിക്കുന്നു. തോറ പാലിക്കുക എന്നത് കർശനമായ നിയമവാദത്തെക്കുറിച്ചല്ല, അത് യഹോവയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. ഒരു കുട്ടി സ്നേഹനിധിയായ പിതാവിനെ അനുസരിക്കുന്നത് പോലെ നാം അവിടുത്തെ വഴികൾ പിന്തുടരുന്നു, കാരണം നാം അവിടവുമായുള്ള അടുപ്പവും ആഗ്രഹിക്കുന്നു. യേശുവിലുള്ള വിശ്വാസവും തോറ പിന്തുടരലും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. രക്ഷ വിശ്വാസത്തിലൂടെയാണ് വരുന്നത്. പക്ഷെ വിശ്വാസം അനുസരണയിലേക്ക് നയിക്കുന്നു. അനുസരണം രക്ഷയ്ക്കുള്ള പ്രതികരണമാണ്, അത് നേടാനുള്ള മാർഗമല്ല. യഥാർത്ഥ വിശ്വാസം അനുസരണം ഉളവാക്കുന്നു. അന്ത്യകാല വിശ്വാസികൾ വിശ്വാസത്താലും തോറ ആചരണത്താലും അവരുടെ പ്രതിബദ്ധത പ്രകടിപ്പിക്കും. യഹോവയുടെ കൽപ്പനകൾ അവിടുത്തെ ജനത്തിന് പ്രസക്തമാണെന്ന് ഇത് കാണിക്കുന്നു. യേശു പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചതുപോലെ അതേ അനുസരണത്തിൽ നടന്നുകൊണ്ട് നാം അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്നു. തോറ നിയമാനുഷ്ഠത്തെക്കുറിച്ചല്ല, മറിച്ച് യഹോവയുമായി അടുത്ത ബന്ധത്തിൽ തുടരുന്നതിനെ കുറിച്ചാണ്. തോറ ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്കും സംതൃപ്തിയിലേക്കുമുള്ള ഒരു പാതയായി കാണുന്നു. അത് നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും യഹോവയുടെ നീതിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ നിയമങ്ങളെ ചെറുക്കുക എന്നതാണ് നമ്മുടെ സ്വാഭാവിക പ്രവണത. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി വിശ്വാസികളെ സന്തോഷത്തോടെ അനുസരിക്കാൻ സഹായിക്കുന്നു. തോറ കൃപയ്ക്ക് എതിരല്ല, അത് കൃപയാൽ രൂപാന്തരപ്പെട്ടവരുടെ ജീവിതശൈലിയാണ്. ദൈവത്തെ അറിയുക എന്നത് വെറും വിശ്വസിക്കുക എന്നല്ല, അവിടം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുക എന്നതുമാണ്. നാം യഥാർത്ഥമായി സ്നേഹിക്കുകയും പിന്തുടരുകയും ചെയ്യുമ്പോൾ നാം അവിടുത്തെ ഉപദേശങ്ങൾ അനുസരിക്കും. യഹോവയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ യഹൂദരും വിജാതീയരും ഒരുപോലെ വിളിക്കപ്പെട്ടിരിക്കുന്നു. തോറ ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമുള്ളതല്ല, യേശുവിലൂടെ ഇസ്രായേലിലേക്ക് ഒട്ടിച്ചു ചേർത്ത എല്ലാവർക്കും വേണ്ടിയുള്ള മാനദണ്ഡമാണിത്. അവസാനമായി, തോറ പാലിക്കുന്നവരെ വിധിക്കുന്നതിന് മുമ്പ് അത് രക്ഷ നേടാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചല്ല എന്ന് മനസ്സിലാക്കുക. അത് യഹോവയുടെ കൃപയോടുള്ള നന്ദിയുള്ള പ്രതികരണമാണ്. തോറ എന്നത് നാം യഹോവയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രീതിയാണ്. അവിടുത്തെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു. യേശു
ഈ ജീവിതത്തെ പൂർണ്ണമായി മാതൃകയാക്കി അവിടുത്തെ ശിഷ്യന്മാരായി അവിടുത്തെ കാൽച്ചുവടുകൾ പിന്തുടരാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു.